എനിക്കൊന്നും നിങ്ങളോട് പറയാനില്ല മക്കളെ, എന്നെ വിട്ടാന്നേ. എനിക്ക് ടർഫ് ഉദ്ഘാടനം ചെയ്യാൻ പോണം. ഇപ്പൊ കോർ കമ്മിറ്റി ഒക്കെ പുതുതായിട്ട് വന്നല്ലോ. ഒടുക്കത്തെ കോർ കമ്മിറ്റി തുടങ്ങി. അല്ല, അതൊരു ശുഭ ഇതാണോ എന്താണ്? നല്ലതാണ്. ഒരു നേതൃത്വത്തിന്റെ ലീഡർഷിപ്പിന്റെ ഒരു നേതൃത്വം പാർട്ടിക്ക് കിട്ടുന്നത് വലിയ കാര്യമാണ്. ഒന്ന് പരസ്പര തർക്കങ്ങളും വിഷയങ്ങളൊക്കെ തീർക്കാൻ ഒരു നല്ല കമ്മിറ്റിയാണ് അത്. ആ കമ്മിറ്റി എല്ലാ സീനിയർ ലീഡേഴ്സാണ്. ആരും ആ സീനിയർ ലീഡേഴ്സിനെ നിഷേധിക്കുന്നവരോ അല്ലെങ്കിൽ അവഗണിക്കുന്നവരോ അല്ല. അവർ പറയുന്ന അനുസരിക്കുന്നവരാണ് ബാക്കി എല്ലാവരും. അതുകൊണ്ട് കോൺഗ്രസിനകത്ത് ഒരു സമാധാന അന്തരീക്ഷം അതുകൊണ്ട് വരുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. നല്ല അന്തരീക്ഷത്തിലേക്കാണ് കോൺഗ്രസ് പോകുന്നത്. ധൈര്യത്തോടുകൂടി തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം ആയോ ഇപ്പോ? ആയിക്കൊണ്ട് വരുന്നു. ഇനി ഏറെയൊന്നുമില്ല, അടുത്തു. സാഹചര്യം അനുകൂലമായി വരുന്നുണ്ടോ? സാഹചര്യം അനുകൂലം നമുക്ക് തന്നെയല്ലേ. ഈയിടെ കോടിക്കണക്കിന് ഉറുപ്പിക കട്ടുമുടിച്ച് കേരളത്തിന്റെ പൊതുഖജന പഠിച്ചു മുട്ടിച്ച് അച്ഛനും മക്കളും ഈ രാജ്യത്തെ കോടാനുകൂടികളും ലക്ഷങ്ങളും സ്വർണങ്ങളും കട്ട് കൊണ്ടുപോയി സൂക്ഷിക്കുന്ന ഒരു സർക്കാരിന് വോട്ട് ചെയ്യാൻ ആര് കേരളത്തിലെ മലയാളികൾ അത്രയും മോശക്കാരാണോ? CPM-ന്റെ അകത്ത്, കൺവെൻഷന്റെ അകത്ത്, മീറ്റിംഗിന്റെ അകത്ത് പാർട്ടി പ്രവർത്തകന്മാർ തമ്മിൽ പ്രശ്നങ്ങളല്ലേ നടക്കുന്നില്ലാലും. വിമർശനം നടക്കുമ്പോൾ വിമർശനത്തിലെ അത് എതിർക്കുന്നവർ പാർട്ടിക്കകത്ത് തർക്കമില്ലേ? സമാധാനമുണ്ടോ പാർട്ടിക്കകത്ത് CPM-ന്റെ അകത്ത്? അതുകൊണ്ട് ഞങ്ങൾ വളരെ ശുഭപ്രതീക്ഷയിലാണ്. ഇനിയൊരു അവസരം പിണറായി വിജയന് കേരളത്തിലെ മലയാളികൾ കൊടുക്കില്ല, കേരളത്തിലെ ജനാധിപത്യ മതേതര ശക്തികൾ കൊടുക്കില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം.